ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലയർ എന്നുള്ള ടോപ്പിക്കാണ്. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് കോമ്പിനേഷണൽ അറേ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു 4x4 അറേ മൾട്ടിപ്ലയറിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലയർ ആണ്. എന്താണ് സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലയർ? സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലയർ ഈസ് എ ടൈപ്പ് ഓഫ് മൾട്ടിപ്ലയർ ദാറ്റ് പെർഫോം മൾട്ടിപ്ലിക്കേഷൻ ഇൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനർ ഇൻസ്റ്റെഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഓൾ ദി പാർഷ്യൽ പ്രൊഡക്റ്റ് സൈമിൾട്ടേനിയസ്ലി. ഇറ്റ് റെഡ്യൂസസ് ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി ബൈ യൂസിങ് എ സീക്വൻഷ്യൽ അപ്രോച്ച് റാദർ ദാൻ ഫുള്ളി പാരലൽ അറേ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഓൾറെഡി വളരെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു കേസിൻ്റെ മെയിനായിട്ടുള്ള കോമ്പിനേഷണൽ അറേ മൾട്ടിപ്ലയറിൻ്റെ ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സർക്യൂട്ട് കോംപ്ലക്സിറ്റി ആയിരുന്നു. സർക്യൂട്ട് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു 4 റോയും 4 കോളവും ഉള്ള അറേ മൾട്ടിപ്ലയർ ഉണ്ടാക്കണമെങ്കിൽ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് നമുക്ക് വേണമായിരുന്നു. ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ദ ബ്ലോക്ക് ഡയഗ്രാം ഇൻ ഫിഗർ ഷോസ് ദ ഹാർഡ്വെയർ അറേഞ്ച്മെൻറ്റ് ഓഫ് സീക്വൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാണ് ഒരു സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫിഗർ. എല്ലാവരും കണ്ടോ? യെസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പാർട്ടുകൾ വരുന്നുണ്ട്? ഒരു ആഡർ വരുന്നുണ്ട്, ഒരു മൾട്ടിപ്ലക്സർ വരുന്നുണ്ട്, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. എ രജിസ്റ്റർ വരുന്നുണ്ട് അല്ലേ, പിന്നെ ഏതാ വരുന്നത്? ക്യൂ രജിസ്റ്റർ. എ രജിസ്റ്റർ, ക്യൂ രജിസ്റ്ററിൽ മൾട്ടിപ്ലയർ സ്റ്റോർ ചെയ്യും, എം രജിസ്റ്ററിൽ മൾട്ടിപ്ലിക്കൻ്റ് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ കോമ്പിനേഷണൽ അറേ മൾട്ടിപ്ലയറിൽ ഇല്ലാത്തൊരു എക്സ്ട്രാ ബ്ലോക്ക് ഇവിടെ ഉണ്ട്, അതാണ് കൺട്രോൾ സീക്വൻസർ. ഒരു കൺട്രോൾ സീക്വൻസർ വെച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബ്രീഫ് വർക്കിംഗ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ദ സർക്യൂട്ട് പെർഫോം മൾട്ടിപ്ലിക്കേഷൻ ബൈ യൂസിങ് സിംഗിൾ എൻ ബിറ്റ് ആഡർ n ടൈംസ് to implement the spatial addition performed by the n rows of ripple carry adder in the figure. ഓക്കെ, അപ്പോൾ ഒരു n ബിറ്റ് അഡീഷൻ ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലയർ ആണ് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിൽ സ്പെസിഫിക്കലി കുറേ രജിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ എ ആൻഡ് രജിസ്റ്റർ ക്യൂ ആർ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. എ എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും എന്താണ്? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. അതായത് അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുകയും ചെയ്യും, സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ 2 പ്രോസസ്സും നമുക്ക് ആക്ച്വലി ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരേപോലെ സ്റ്റോറിങ്ങും ഷിഫ്റ്റിങ്ങും പെർഫോം ചെയ്യാൻ പറ്റും എ രജിസ്റ്ററും ക്യൂ രജിസ്റ്ററും. ഈ ക്യൂ രജിസ്റ്ററിലാണ് ശരിക്കും നമ്മൾ മൾട്ടിപ്ലയർ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. യെസ്. ടുഗദർ ദേ ഹോൾഡ് പാർഷ്യൽ പ്രൊഡക്റ്റ് വൈൽ മൾട്ടിപ്ലയർ ബിറ്റ് ക്യൂ ഐ ജനറേറ്റ് ദി സിഗ്നൽ ആഡ് ഓർ നോ ആഡ്. എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ക്യൂവിൽ നമ്മൾ മൾട്ടിപ്ലയർ സ്റ്റോർ ചെയ്യും. എ എന്നുള്ളത് ഇനീഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ്. അതിൻ്റെ പർപ്പസ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സർക്യൂട്ട് വെച്ചിട്ടുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇവിടെ നമുക്കൊരു മൾട്ടിപ്ലക്സർ വരുന്നുണ്ട് അല്ലേ. യെസ്, ഒരു മൾട്ടിപ്ലക്സർ വരുന്നുണ്ടല്ലോ. ഈ മൾട്ടിപ്ലക്സറിന് 2 സെലക്ഷൻ ലൈൻസ് ഉണ്ട്. കണ്ടോ? സോറി, ഒരു സെലക്ഷൻ ലൈൻ. ഏതാണ് നമ്മുടെ സെലക്ഷൻ ലൈൻ? ഇവിടെ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് എൻ്റെ സെലക്ഷൻ ലൈൻ. അപ്പോൾ എന്താണ് ഈ സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ ആയിരിക്കും, സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ സപ്പോസ് ഇത് 0 ആണെങ്കിൽ ഈ കൺട്രോൾ സീക്വൻസറിൽ നിന്നുള്ള വാല്യൂ ആയിരിക്കും മക്സിലേക്ക് എത്തുക അല്ലേ. സപ്പോസ് ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 എന്നുള്ളൊരു സെലക്ഷൻ ലൈനാണ് വരുന്നതെങ്കിൽ നമുക്ക് ആക്ച്വലി വരുന്നത് ഇതാ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കൻ്റ് കണ്ടോ? മൾട്ടിപ്ലിക്കൻ്റ്. അപ്പോൾ മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ 1011 ഇൻറ്റു 1100 ചെയ്യുകയാണെങ്കിൽ ഇതാണ് മൾട്ടിപ്ലിക്കൻ്റ്, ഇതാണ് മൾട്ടിപ്ലയർ അല്ലേ. ക്യൂ എന്നുള്ളത് അത്. അപ്പോൾ മൾട്ടിപ്ലിക്കൻ്റ് ആണ് ആക്ച്വലി സെലക്ട് ആവുക. മൾട്ടിപ്ലിക്കൻ്റ് സെലക്ട്. അപ്പോൾ മൾട്ടിപ്ലക്സറിൻ്റെ സെലക്ഷൻ ലൈൻ്റെ വാല്യൂ 0 ആണെങ്കിൽ കൺട്രോൾ സീക്വൻസർ എന്നുള്ള വാല്യൂവും സെലക്ഷൻ ലൈൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ മൾട്ടിപ്ലിക്കൻ്റിൽ നിന്നുള്ള വാല്യൂ ആയിരിക്കും മക്സിലേക്ക് വരിക. അപ്പോൾ മക്സ് ഇതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ശരിയല്ലേ? യെസ്. അപ്പോൾ മൾട്ടിപ്ലക്സറിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്
മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു എൻ ബിറ്റ് ആഡർ സർക്യൂട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എൻ ബിറ്റ് ആഡർ കണ്ടോ. അപ്പോൾ ആഡർ ബൈ ഡിഫോൾട്ടായിട്ട് ആഡ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് വരുന്നത് ഈ മക്സിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ മക്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ലൈൻ അനുസരിച്ച് അതിൽ വേരിയേഷൻ വരും. സെലക്ഷൻ ലൈൻ്റെ വാല്യൂ 0 ആണെങ്കിൽ കൺട്രോൾ സീക്വൻസർ എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക. സെലക്ഷൻ ലൈൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മൾട്ടിപ്ലിക്കൻ എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക. രണ്ടാമത് ഇത് ആഡ് ചെയ്യുന്നത്, അപ്പോൾ 2 ഡാറ്റാസിനെയാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഒന്ന് രജിസ്റ്റർ എയിൽ നിന്ന് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ടും മൾട്ടിപ്ലക്സർ എന്ന് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ടും കൂടിയാണ് എൻ ബിറ്റ് ആഡർ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത് അല്ലേ. എൻ ബിറ്റ് ആഡർ ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എൻ ബിറ്റ് ആഡറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. എൻ ബിറ്റ് ആഡറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ എയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ എയിലേക്ക്, മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. യെസ്. അപ്പോൾ നമുക്കിവിടെ നോർമലി ചെക്ക് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്താണ് ഈ കൺട്രോൾ സീക്വൻസർ എന്നുള്ളൊരു കേസ് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി മക്സിൻ്റെ കേസ് പറഞ്ഞു, മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ കേസ് പറഞ്ഞു, ആഡറിൻ്റെ കേസ് പറഞ്ഞു. ഈ ആഡറിൽ ഏതെങ്കിലും ഒരു ക്യാരി ബിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് ഈ ക്യാരി എന്നുള്ള ഈ രജിസ്റ്ററിലേക്കായിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട് പോവുക. കണ്ടോ, ദിസ് ആരോ. യെസ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫുൾ സർക്യൂട്ടറി ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ്. നമുക്ക് ഡാറ്റാസിനെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ രജിസ്റ്ററിലേക്ക് നമ്മൾ ഡാറ്റ ഔട്ട്പുട്ട് പോകുന്ന കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് വരുന്ന ഒരു മൾട്ടിപ്ലെയർ ആണ്. കണ്ടോ, മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ ക്യൂ അല്ലേ, ക്യൂ രജിസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ക്യൂ രജിസ്റ്ററിലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ദ മൾട്ടിപ്ലെയർ ആൻഡ് മൾട്ടിപ്ലിക്കൻ്റ് ആർ ലോഡഡ് ഇൻ ടു രജിസ്റ്റർ. ഇൻ ദ സൈക്കിൾ ഇറ്റ് പെർഫോം 2 സ്റ്റെപ്സ് ഇഫ് LSB ഓഫ് ദി മൾട്ടിപ്ലെയർ ഈക്വൽ ടു 1. ഇതാണ് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത്. അതായത് ഇവിടുത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 1 വരുന്നൊരു കേസും അതുപോലെ തന്നെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 0 വരുന്നൊരു കേസും. ഇങ്ങനെ 2 കേസാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ the control sequencer generate the add signal which add the multiplicand M with the register A and result is stored in A. അപ്പോൾ എന്താണ് ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പറേഷൻ അവിടെ നടക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലക്സറിൽ സെലക്ട് ആവുന്നത് ഏതായിരിക്കും, ഈ മൾട്ടിപ്ലിക്കൻ്റ് ആയിരിക്കും ഇവിടെ സെലക്ട് ആവുക, മൾട്ടിപ്ലിക്കൻ്റ്. അപ്പോൾ കൺട്രോൾ സീക്വൻസറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്കിവിടെ ആക്ച്വലി വരുന്നത് എന്തായിരിക്കും, കൺട്രോൾ സീക്വൻസറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, അപ്പോൾ കൺട്രോൾ സീക്വൻസർ എന്നൊരു വാല്യൂ വരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഓപ്പറേഷൻ എന്താണ്, ഒരു ബേസിക് ഓപ്പറേഷൻ നമുക്ക് കിട്ടും. അത് എന്ത് ഓപ്പറേഷനാണെന്ന് ഇവിടെ കാണാം. ദിസ് ഇസ് ബേസിക്കലി കോൾഡ് ആഡ് സിഗ്നൽ. നിങ്ങളിവിടെ കണ്ടോ, ഇവിടെ 2 ഓപ്പറേഷൻ നടക്കുക, ഒന്നെങ്കിൽ ആഡ് സിഗ്നൽ അല്ലെങ്കിൽ നോ ആഡ് സിഗ്നൽ. ഇതെന്താണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ആഡ് ഓപ്പറേഷനും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വാല്യൂൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നോ ആഡ് ഓപ്പറേഷനുമാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ നോ ആഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വാല്യൂൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മൾട്ടിപ്ലിക്കൻറ്റിൽ നിന്നുള്ള വാല്യൂ ആയിരിക്കും മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. ഇനി ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക, 0 ആണെങ്കിൽ ഈ കൺട്രോൾ സീക്വൻസർ എന്നുള്ള വാല്യൂ ആയിരിക്കും എവിടെ എത്തുക, മൾട്ടിപ്ലക്സറിലേക്ക് എത്തുക. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക്. അത് എന്തിന് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം കേട്ടോ. യെസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. രജിസ്റ്റർ A and Q ആർ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ടുഗദർ ദേ ഹോൾഡ് പാർഷ്യൽ പ്രൊഡക്റ്റ് വൈൽ മൾട്ടിപ്ലെയർ ബിറ്റ് ജനറേറ്റ് ദി സിഗ്നൽ ആഡ് ഓർ നോ ആഡ് സിഗ്നൽ. ഈ ആഡ് സിഗ്നലും നോ ആഡ് സിഗ്നലും എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യെസ്. This signal causes the multiplexer to select 0 when QA equal to 0. അപ്പോൾ എന്താ വരിക, ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താ സെലക്ട് ആവുക, മൾട്ടിപ്ലക്സറിൻ്റെ സെലക്ഷൻ വാല്യൂ 0 ആയിരിക്കും അല്ലേ. ഓർ മൾട്ടിപ്ലിക്കൻ M when QA equal to 1. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മൾട്ടിപ്ലിക്കൻ്റ് സെലക്ട് ആവും, അല്ലെങ്കിൽ ഈ കൺട്രോൾ സീക്വൻസർ എന്നുള്ള വാല്യൂ ആയിരിക്കും മക്സിലേക്ക് എത്തുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് കേട്ടോ. The product is computed in n cycles. The partial product grows in length by 1 bit per cycle from the initial vector of zeros in register A. The carry out of the adder is stored in flip-flop C
അറ്റ് ദി ലെഫ്റ്റ് എൻഡ് ഓഫ് ദി രജിസ്റ്റർ സി. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കൻ്റ് എടുത്തു, മൾട്ടിപ്ലിക്കൻ്റ് 1011 ഇൻറ്റു 1100 എന്നുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ ആദ്യം ഇത് ചെക്ക് ചെയ്യുന്നത് ഈ സീറോയെ ചെക്ക് ചെയ്യും. ഈ സീറോ ആണല്ലോ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അങ്ങനെയാണെങ്കിൽ നോ ആഡ് ഓപ്പറേഷൻ ചെയ്യും. ഇതാണ് ചെക്ക് ചെയ്യുന്നത്. നോ ആഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ കൺട്രോൾ സീക്വൻസറിൻ്റെ ഔട്ട്പുട്ടാണ് വരിക. ഈ സീറോ ആണെങ്കിലും ഇതുപോലെ തന്നെ നോ ആഡ് ഓപ്പറേഷൻ ചെയ്യും. ഈ 1 ആണെങ്കിൽ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഫംഗ്ഷനാണ് എടുക്കുക. അതുപോലെ തന്നെ ആഡ് ഫംഗ്ഷനും നമുക്ക് കിട്ടും. അതെന്താണെന്ന് നമുക്ക് എക്സാമ്പിൾ സഹിതം പറഞ്ഞാലേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ ഡയഗ്രം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഒരു സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലെയറിൽ എന്തൊക്കെ പാർട്ടുകൾ ഉണ്ടെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അൽഗോരിതം ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം ഇരിക്കുന്നത്? ദ മൾട്ടിപ്ലെയർ ആൻഡ് മൾട്ടിപ്ലിക്കൻ ആർ ലോഡഡ് ഇൻ ടു 2 രജിസ്റ്റേഴ്സ് Q ആൻഡ് M. ശരിയല്ലേ? ക്യൂയിലേക്ക് മൾട്ടിപ്ലെയറും എമ്മിലേക്ക് മൾട്ടിപ്ലിക്കൻറ്റും നമ്മൾ ലോഡ് ചെയ്യും. ദ തേർഡ് രജിസ്റ്റർ A ആൻഡ് C ആർ ക്ലിയർഡ് ടു 0. ഇതിലേതാണ് ഈ തേർഡ് രജിസ്റ്റർ? എ എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് 0 ആയിരിക്കും. ഇവിടെ ഒരു ക്യാരി രജിസ്റ്റർ ഉണ്ട്, അതും ബൈ ഡിഫോൾട്ടായിട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെയാണല്ലോ വരിക നമുക്ക് നോർമലി. യെസ്. പിന്നെ in each cycle it perform 2 steps. If LSB of the multiplier Qi equal to 1, the control sequence generate add signal which add the multiplicand M with the register A and the result is stored in A. അപ്പോൾ എന്താ സംഭവിക്കുക? LSBയുടെ വാല്യൂ 1 ആണെങ്കിൽ ഈ രജിസ്റ്റർ എയും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കൻറ്റിൽ നിന്ന് വരുന്ന ഈ റിസൾട്ടും തമ്മിൽ ആഡ് ചെയ്യും. ഈ റിസൾട്ട് എങ്ങോട്ട് തന്നെ സ്റ്റോർ ചെയ്യും? എയിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഇതാണ് ഫസ്റ്റ് കേസിൽ നടക്കുക. അതുപോലെ ഇഫ് QA ഈക്വൽ ടു 0 ഇറ്റ് ജനറേറ്റ് നോ ആഡ് സിഗ്നൽ ടു റീസ്റ്റോർ ദി പ്രീവിയസ് വാല്യൂ ഇൻ രജിസ്റ്റർ എ. ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കില്ല, എയിലെ വാല്യൂ തന്നെ റീസ്റ്റോർ ചെയ്യും. ഇതാണ് നടക്കുക. ദ റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് CA ആൻഡ് Q by 1 ബിറ്റ്. ഇതിന് ശേഷം അപ്പോൾ ഓരോ തവണയും ഈ Q0 മാറിക്കൊണ്ടിരിക്കും അല്ലേ? അടുത്ത സ്റ്റേജ് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന Q1 ആയിരിക്കും ഇങ്ങോട്ട് എത്തുക, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അടുത്ത് വരുമ്പോൾ ഇവിടെയുള്ള Q2 ആയിരിക്കും ഇങ്ങോട്ട് എത്തുക, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ രീതിയിൽ ഇങ്ങനെ ഒരു റൊട്ടേഷണൽ ബേസിസിൽ നടക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലെയർ എന്ന് പറയാം. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഇത് പൂർണ്ണമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളൊരു എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ കോൺസെപ്റ്റ് പിടികിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ബ്രീഫ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് ആക്ച്വലി ഒരു സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലെയറിൽ നടക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ പറയുന്ന എക്സാമ്പിൾ എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ ഈ കോൺസെപ്റ്റ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മളൊരു ഫർദർ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ കോൺസെപ്റ്റ് പിടികിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഞാനതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഞാനിവിടെ മൾട്ടിപ്ലെയർ ഞാൻ എടുത്തു. ഓക്കെ, ഞാൻ എടുക്കുന്ന മൾട്ടിപ്ലെയറിന് ഞാൻ എടുത്തു. മൾട്ടിപ്ലെയർ എന്താ വരിക? മൾട്ടിപ്ലെയറിൻ്റെ കേസിൽ ഞാനൊരു മൾട്ടിപ്ലെയർ എടുത്തു. ഓക്കെ, ഞാൻ എടുക്കുന്ന മൾട്ടിപ്ലെയറിൻ്റെ വാല്യൂ ആണ് 1101. മൾട്ടിപ്ലെയർ അല്ല, മൾട്ടിപ്ലിക്കൻ്റ് അല്ലേ? 1101. ഇത് ആക്ച്വലി M ആണ്. ഇനി നമ്മളിവിടെ Q വാല്യൂ എടുത്തു. Q എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? Q ശ്രദ്ധിക്കണേ, നമ്മൾ Q ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ Q ആയിട്ട് എടുത്തിരിക്കുന്ന വാല്യൂ 1011 ആണ്. ദിസ് ഈസ് ആക്ച്വലി Q. ഓക്കെ, പിന്നെ നമ്മളിവിടെ നമുക്ക് ഓൾറെഡി ഒരു A രജിസ്റ്റർ ഉണ്ട് അല്ലേ? എ രജിസ്റ്റർ ഇല്ലേ? ഓക്കെ, അപ്പോൾ ആ A രജിസ്റ്ററിനെ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ദിസ് ഇസ് മാർക്ക്ഡ് ആസ് A രജിസ്റ്റർ. A രജിസ്റ്റർ ബൈ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലാം സീറോസ് ആയിരിക്കും. സോ ദിസ് ഇസ് ആക്ച്വലി A രജിസ്റ്റർ. ശ്രദ്ധിക്കണേ, A രജിസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാമല്ലോ. യെസ്. പിന്നെ ഞാൻ എൻ്റെ ക്യാരി ബിറ്റും കൂടി എടുക്കുകയാണ്. ക്യാരി ബിറ്റ് എത്രയായിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട്? ഇത് ക്യാരിയാണ്. ക്യാരിയുടെ ബൈ ഡിഫോൾട്ട് വാല്യൂ 0 ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്ന് എല്ലാവർക്കും അറിയണേ. എന്താ നമ്മുടെ കണ്ടീഷൻ? കണ്ടീഷൻ വളരെ ക്ലിയർ ആണ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് LSB, LSBയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ നടക്കുന്നത്? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ നോ ആഡ് ആൻഡ് ഷിഫ്റ്റ്. നോ ആഡ്, അഡീഷൻ ചെയ്യണ്ട, പക്ഷെ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ സപ്പോസ് ഈ LSBയുടെ വാല്യൂ 1 ആണെങ്കിലോ, LSBയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ വളരെ ക്ലിയർ ആണ്. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്കിത് എക്സാമ്പിൾ സഹിതം നോക്കാം, ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഞാൻ ലാസ്റ്റ് എഴുതിക്കുന്ന ആ ഒരു റിമാർക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഓക്കെ, ഈ ഒരു റിമാർക്ക് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത് ഇതുപോലത്തെ 2 അൺസൈൻഡ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ആൻ എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഈ രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്ന രീതിയിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം, അപ്പോൾ നമുക്ക് ഇവിടെ 2 4 ബിറ്റ് നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1101 ഇൻറ്റു 1011 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 n ബിറ്റ് നമ്പേഴ്സ്, 2 4 ബിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം 4 സൈക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. 4 സൈക്കിൾസിലായിരിക്കും ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുക. 1 2 3 4. എത്ര സൈക്കിൾസ് ഉണ്ടാവും? 4 സൈക്കിൾസ്. ഇത് ഫസ്റ്റ് സൈക്കിള്, ഇത് സെക്കൻഡ് സൈക്കിള്, ഇത് തേർഡ് സൈക്കിള്, ഇത് ഫോർത്ത് സൈക്കിള്. ഇങ്ങനെ 4 സൈക്കിൾസിലായിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ വരിക കേട്ടോ. ഈ 4ാമത്തെ സൈക്കിൾ ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ 2 5 ബിറ്റ് നമ്പർ ആണെങ്കിൽ 5 സൈക്കിളിലായിരിക്കും ഈ ഓപ്പറേഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം, എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറൻ്റ്ലി നമ്മുടെ Q വാല്യൂ എന്താണെന്ന് നോക്കുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്താണ്? Q വാല്യൂവിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണ് അല്ലേ? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക? നമ്മളിവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ വളരെ ക്ലിയർ ആണ്. നമുക്ക് പറയാം, ഫസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആഡ് ചെയ്യും അല്ലേ? ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഏത് ഷിഫ്റ്റാണ് ചെയ്യുക? റൈറ്റ് ഷിഫ്റ്റ് കേട്ടോ. ആഡും ഷിഫ്റ്റും, റൈറ്റ് ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫേസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് സൈക്കിളാണിത് കേട്ടോ. ഫസ്റ്റ് സൈക്കിളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആഡ് ചെയ്യണം, അതുപോലെ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് നമ്മൾ ജനറലി ആഡ് ചെയ്യുക? നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് നോർമലി 1101ഉം 0000 ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1101ഉം 0001ഉം ആഡ് ചെയ്താൽ നമുക്ക് വരുന്ന റിസൾട്ട് എന്തായിരിക്കും? ഇത് രണ്ടും ബേസിക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട് എന്താ? 1101 തന്നെ കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ അതേ റിസൾട്ട് തന്നെ താഴേക്ക് ഇറക്കി എഴുതി. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 1011 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ കേസിൽ നമുക്ക് ഈ 2 അഡീഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്ത സമയത്ത്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത അഡീഷൻ ഏതാണ്? നമുക്കിവിടെ എഴുതാം 1101ഉം 0000 ആഡ് ചെയ്തത് അല്ലേ? അതായത് ആഡ് ചെയ്തിരിക്കുന്നത് ഏതാ? ദീസ് 2. ഇത് 2നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ആഡ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ത് 1101. ഇവിടെ ക്യാരി ഉണ്ടോ? ഇവിടെ ക്യാരി ഇല്ല. അപ്പോൾ ക്യാരീൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ? ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെയും നമുക്ക് ക്യാരി വരുന്നില്ല. ബൈ ഡിഫോൾട്ടായിട്ട് ക്യാരിയുടെ വാല്യൂ 0 ആയിട്ട് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്തോ? ആദ്യം ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് സൈക്കിൾ. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് നമ്മുടെ സെക്കൻഡ് സൈക്കിളാണ്. സെക്കൻഡ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സെക്കൻഡ് സൈക്കിളാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് അല്ലേ? സെക്കൻഡ് സൈക്കിള്.
സെക്കൻഡ് സൈക്കിൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഒന്ന് നോക്കുക. എത്രയാണ് ഇതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്? എഗെയിൻ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഈസ് 1. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് വിച്ച് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഹിയർ? പറയാൻ പറ്റുമോ? ഏത് ഓപ്പറേഷൻ ആയിരിക്കും നമ്മളിവിടെ പെർഫോം ചെയ്യുക? നമ്മളിവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ആഡ്, അതുപോലെ തന്നെ ഷിഫ്റ്റ്. ആഡും ചെയ്യണം, ഷിഫ്റ്റും ചെയ്യണം. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യുക? ആ അഡീഷൻ നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കാം കേട്ടോ. ഈ ഒരു സ്പേസിൽ നമുക്ക് എഴുതി നോക്കാവേ. അപ്പോൾ ഏതൊക്കെ നമ്പറിനെയാണ് ആഡ് ചെയ്യേണ്ടത്? നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്താ? 0110 അല്ലേ? അപ്പോൾ ഈ 1101 എന്തായിട്ട് ആഡ് ചെയ്യണം? ഇവിടെ ഉണ്ടായിരുന്ന 1101 ആണല്ലോ നമ്മുടെ എം, അത് 0110 ആയിട്ട് ആഡ് ചെയ്യണം. എല്ലാവരും നോക്കണേ, ഇവിടെ എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഈ നമ്പർ കണ്ടോ, 0110, ഈ നമ്പറുമാണ് ആഡ് ചെയ്യേണ്ടത്. വൈ? ഞാൻ എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്? ബിക്കോസ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ നോർമലി എന്ത് റിസൾട്ട് അവിടെ വരിക ഒന്ന് പറയാൻ പറ്റുമോ? ഇത് ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് 1 + 0 1, 0 + 1 1, 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1. അപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഇവിടെ ഒന്ന് റെഫർ ചെയ്യൂ, ഇതൊന്ന് നോക്കൂ. ഇത് നമുക്ക് റെഫർ ചെയ്യുമ്പോൾ എന്ത് കാര്യം മനസ്സിലാവുന്നത്? ഇവിടെ ക്യാരി വന്നു. ക്യാരീൻ്റെ വാല്യൂ എന്താ? ക്യാരീൻ്റെ വാല്യൂ 1 റിസൾട്ട് എന്താ? റിസൾട്ട് നമുക്ക് ഓൾറെഡി കിട്ടി, 0011 ആണ് റിസൾട്ട് അല്ലേ? യെസ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ ആഡ് ചെയ്തത്? 1101ഉം 0110, ഇത് രണ്ടുമാണ് ആഡ് ചെയ്തത് കേട്ടോ. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഇവിടെ ക്യാരി വന്ന 1 വന്ന കേസ് നമുക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ക്യൂവിലുണ്ടായിരുന്ന അതേ ഡിജിറ്റിനെ താഴേക്ക് ഇറക്കി എഴുതാം, 1101. അപ്പോൾ ഞാനിപ്പോൾ ഏത് ഓപ്പറേഷൻ ചെയ്തു? ആഡ് ഓപ്പറേഷൻ ചെയ്തു. ഇനി നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യാൻ ഞാനിവിടെ ചെയ്യുന്ന കാര്യം, ഈ 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷിഫ്റ്റിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈ 1 ഇവിടെ എത്തി, 0 0 1 1 1 1 0. ഇതല്ലേ ഷിഫ്റ്റിന് ശേഷം കിട്ടുന്നത്. ഇവിടെയും നമുക്ക് ക്യാരി ബ്ലാങ്ക് ആയതുകൊണ്ട് ക്യാരിയുടെ വാല്യൂ 0 ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എല്ലാവർക്കും മനസ്സിലായോ? യെസ്. അപ്പോൾ ഫൈനലി നമ്മളെ സെക്കൻഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ വരയ്ക്കുന്ന തേർഡ് സൈക്കിളാണ്. തേർഡ് സൈക്കിളിൻ്റെ പ്രത്യേകത എന്താ? തേർഡ് സൈക്കിൾ നമ്മൾ പഠിക്കുമ്പോൾ തേർഡ് സൈക്കിളിൽ നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് തന്നെ നോക്കണം. എത്രയാണ് നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ എന്താണ്? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വി ക്യാൻ പെർഫോം ദ ഓപ്പറേഷൻ നോ ആഡ് ആൻഡ് ഷിഫ്റ്റ്. കണ്ടോ? നോ ആഡ്, അഡീഷൻ ചെയ്യേണ്ട, പക്ഷേ ഡാറ്റ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ തേർഡ് സൈക്കിളിൽ നമ്മൾ ചെയ്യുന്നത് നോ ആഡ് ആണ്, നോ ആഡ്. പക്ഷെ എന്ത് ചെയ്യണം? നോ ആഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്കിവിടെ നോ ആഡ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. അതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബാറ്റിൻ്റെ 0 ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോ ആഡ് ആണ്. നോ ആഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നേരത്തെ കിട്ടിയിരിക്കുന്ന അതേ റിസൾട്ട് അങ്ങ് താഴേക്ക് എഴുതിയാൽ മതി. എന്താ വരികടോ? ഇവിടെ 0, ഇവിടെ 0. നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന സെയിം റിസൾട്ട് താഴേക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന 1001 ആണ്. ആ 1001 അതേപോലെ താഴേക്ക് ഇറക്കി എഴുതാം. ഇവിടെ 1110 ആണ്. അപ്പോൾ നമ്മൾ നോ ആഡ് ചെയ്തു. നമുക്കിനി ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യും? ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? നമുക്കിവിടെ വരുന്നത് ഇവിടെ 0 1 0 0 1 1 1 1 ഇതല്ലേ നമുക്ക് വരുന്നത്? യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ അടുത്ത സ്റ്റേജ്. ഇവിടെയും ക്യാരിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മളെ തേർഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് പെർഫോം ചെയ്യാനുള്ളത് ഏത് സൈക്കിളാണ്? ഫോർത്ത് സൈക്കിൾ ചെയ്യണം. ഫോർത്ത് സൈക്കിളോടുകൂടി നമ്മുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി.
ഫോർത്ത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിക്കൂ. ഫോർത്ത് സൈക്കിളിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എഗെയിൻ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യാം. ഇതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആയതുകൊണ്ട് എഗെയിൻ വി പെർഫോം ദി ഓപ്പറേഷൻ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് വാല്യൂ ആയതുകൊണ്ട് ഫസ്റ്റ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. ഒറ്റ കേസിൽ മാത്രമേ അപ്പോൾ നമുക്ക് എന്ത് വരുന്നുള്ളൂ? നോ ആഡ് വരുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ നമ്പറിനെയാണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് ആ അഡീഷൻ ഇവിടെ ഒന്ന് പെർഫോം ചെയ്യാം. ഈ മേലെ കൊടുത്തിരിക്കുന്ന ഈ കോളത്തിൽ പെർഫോം ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ റിസൾട്ടും ഈ എമ്മും ആണ് ആഡ് ചെയ്യുക. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം 1101 ആണ്. പ്ലസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 0100 ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. 1 + 0 1, 0 + 0 0, 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ട് കിട്ടി. റിസൾട്ട് എന്താ? റിസൾട്ട് 0001 ആണ്. പക്ഷേ ക്യാരി വന്നു. ക്യാരിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇനി നമുക്ക് നമ്മുടെ ക്യൂ അതേപോലെ താഴേക്ക് ഇറക്കി എഴുതാം. ക്യൂ എന്താണ് വരിക? ക്യൂ 1111 തന്നെ അല്ലേ? യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ ബിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, 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 ഈ ബിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇങ്ങനെയല്ലേ ഷിഫ്റ്റ് ചെയ്യുക? അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേക്കൻസിയിൽ 0 വരും. അപ്പോൾ എന്ത് ചെയ്യും? ഷിഫ്റ്റിങ്ങിന് ശേഷം നമുക്ക് എന്താ കിട്ടും ഓപ്പറേഷൻ? ഇവിടെ 1 വരും, 0 0 0 1 1 1 1 വരും. ദിസ് ഈസ് ദി ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്കിവിടെ കിട്ടി. ഇത് ഈ 1101ഉം 1011ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്കിവിടെ കിട്ടുന്ന റിസൾട്ട് എത്രയാണ്? 1000 1111 ആണ്. നിങ്ങൾ മാനുവലി ചെയ്ത് നോക്കൂ. മാനുവലി ചെയ്താൽ നമുക്ക് സെയിം ആൻസറാണ് കിട്ടുക കേട്ടോ. സോ ദ ഫൈനൽ റിസൾട്ട് ഈസ് 10001111. ദിസ് ഈസ് ദി ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലും ഇതേ ഒരു ലോജിക്ക് പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ചെയ്ത കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ചെക്ക് ചെയ്യും. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ചെക്ക് ചെയ്തിട്ട് അത് 0 ആണെങ്കിൽ നോ ആഡ് ഓപ്പറേഷൻ ചെയ്യും, 1 ആണെങ്കിൽ ആഡ് ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ ഒരു എത്ര സ്റ്റേജസ് ഉണ്ടോ അത്രയും സ്റ്റേജ് നമ്മൾ ചെയ്യണം. ഇവിടെ 4 ബിറ്റുകളായതുകൊണ്ട് 4 സ്റ്റേജിൽ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഫൈനലി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ആൻസറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള അറേ മൾട്ടിപ്ലെയർ. അപ്പോൾ അറേ മൾട്ടിപ്ലെയറിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലെയർ ആണ്. സീക്വൻഷ്യൽ അറേ മൾട്ടിപ്ലെയർ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കാറുണ്ട്, 2 അൺസൈൻ നമ്പേഴ്സ് തരും. 2 അൺസൈൻ നമ്പേഴ്സ് അറേ മൾട്ടിപ്ലെയർ കോൺസെപ്റ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഇതേ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ലോജിക്ക് മനസ്സിലായല്ലോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അൽഗോരിതംസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൂത്ത്സ് അൽഗോരിതം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.